മരുഭൂമിയിലല്ലേ ചുരിച്ചെടി? മരുഭൂമി ആദ്യമേ ഉണ്ടല്ലോ, മൂന്നാം വാക്യത്തിന്റെ അവസാനം. ബൈബിൾ ബ്രെയിൻസ് ഈ ഞായറാഴ്ച സിസ്റ്റർ ആലിസ് കുട്ടിയോടൊപ്പം അറ്റൻഡ് ചെയ്ത് പരാജയപ്പെട്ടു പോയാൽ സാരമില്ല. അനുഭവവും വിശ്വാസവും ഒന്നിക്കുന്ന ഈ വേദിയിൽ സിസ്റ്റർ ആലിസ് കുട്ടി ബമ്പർ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമോ? നമ്മുടെ മത്സരാർത്ഥിയെ ശ്രദ്ധിക്കുക, ഇന്ന് മിക്കവാറും ബമ്പറിൽ പോകും. ഒരു നിർണായക നിമിഷം, ഒരു സ്മരണീയ വിജയം. ഇത് ഏത് അധ്യായത്തിലാണെന്ന് കണ്ടെത്തിയാൽ മതി. വാക്യം കണ്ടെത്തണ്ട. കാണുക ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡ് ഈ ഞായറാഴ്ച രാത്രി 8 മണിക്ക് നിങ്ങളുടെ ഗുഡ് ന്യൂസ് ലൈവിൽ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 94005209. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം: യഹൂദ. ആദ്യം ഉത്തരമയച്ചത് ബിനുമോൾ റോജി, ഷിമോഗ, കർണാടക. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബൈബിൾ ബ്രെയിൻസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നിരന്തരമായി പ്രേക്ഷകർക്ക് പങ്കെടുക്കാൻ വേണ്ടി എപ്പിസോഡിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകൾ നൽകാറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആ സൂചനകൾ ശ്രദ്ധിക്കുകയും കൃത്യമായി ഉത്തരം അയക്കുകയും ചെയ്തിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഇന്നത്തെ ഈ ഹോട്ട് സീറ്റിൽ മത്സരിക്കാൻ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എപ്പിസോഡ് മുഴുവൻ ശ്രദ്ധിക്കുക. 3 ഇടവേളകളിലായി നൽകുന്ന ഉത്തരത്തിൻ്റെ സൂചനകൾ അത് ശ്രദ്ധിച്ച് ഉത്തരമയക്കുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ മത്സരിക്കാൻ അവസരമുണ്ടാകും. അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്ന മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ബൈബിൾ ബ്രെയിൻസിന്റെ എപ്പിസോഡിലേക്ക് പ്രത്യേകം സ്വാഗതം. എന്താണ് പേര്? എവിടെ നിന്നാണ് വരുന്നത്? എന്റെ പേര് ആലിസ് കുട്ടി ചെറിയാൻ. ഞങ്ങളിപ്പോൾ ഇവിടെ കടുക്കാ സിറ്റി, അണക്കരക്കടുത്ത്, കൊച്ചറക്കടുത്ത് കടുക്കാ സിറ്റി എന്ന് പറയും. ഇടുക്കി കൊച്ചറ കടുക്കാ സിറ്റി. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു? എല്ലാം കാണും. അപ്പൊ ഇങ്ങനെ ഉത്തരങ്ങൾ അയച്ച് പരിശ്രമിക്കാറുണ്ടായിരുന്നു? എനിക്കിഷ്ടം അതിലൊക്കെ ഇങ്ങനെ പങ്കുകൊള്ളത്തെ പണ്ട് തൊട്ട്. ഇങ്ങനെ ബൈബിൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും അച്ചാനും ഉള്ളു ഇവിടെ. ഇപ്പം എന്റെ ഹസ്ബൻഡും ഞാനും ഉള്ളു ഇവിടെ ഉള്ളു. ഇപ്പം ബാക്കി കുട്ടികൾ 2 പേര് USA 2 പേരും. കുട്ടികൾ 2 പേര് USA യിലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് വെളിയിലേക്ക് പോകാറുണ്ടോ? ഞാൻ പോകാറുണ്ട്. ഇടയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ ഡൽഹിയിലായിരുന്നു.
വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ ഓക്കെ. രണ്ടുപേരും അവിടെ ആയിരുന്നു? അതെ, നിങ്ങൾ രണ്ടുപേരും അവിടെ ആയിരുന്നു? ഡൽഹിയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഓക്കെ. ഡൽഹിയിലെ? ഡൽഹിയിൽ എവിടെ ആയിരുന്നു? ഞാൻ അവിടെ ദിൽഷാദ് ഗാർഡൻ എന്ന് പറയും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ കേരളത്തിൽ വന്ന് ഇങ്ങനെ സ്ഥിരമായി പാർക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? സ്ഥിരമായി പാർക്കാൻ തുടങ്ങിയിട്ട് 2020 കോവിഡ് കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് വരുന്നേ. വന്നും പോയി നിൽക്കുകയായിരുന്നു നേരത്തെ. നേരത്തെ പിള്ളേരുടെ അടുത്തും അങ്ങനെയൊക്കെ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കടുക്കാ സിറ്റിയിൽ താമസമാക്കിയിട്ടുള്ളത്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്തും ഇത് കാണാനും ഉത്തരവ് അറിയിക്കാനും ഒക്കെ ആർജവം കാണിച്ചതിന് പ്രത്യേകം അഭിനന്ദനം ഞാൻ ഈ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ മത്സരത്തെ കുറിച്ച് അറിയാം, എങ്കിലും ഞാനത് വിശദീകരിക്കുകയാണ്. 12 ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങൾ. ആദ്യത്തെ 4 ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ 1000 രൂപയുടെ സേഫ് സോൺ. രണ്ടാമത്തെ 4 ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ 3000 രൂപയുടെ സേഫ് സോൺ. അവസാനത്തെ 3 ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ 6000 രൂപയുടെ സേഫ് സോൺ. ഒടുവിൽ 10,000 രൂപയുടെ ബമ്പർ ചോദ്യം. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യത്തിന്റെ നിര ഉള്ളത്. അപ്പോൾ നന്നായി ചോദ്യം ശ്രദ്ധിക്കുക, സമയമെടുക്കുക, ആലോചിച്ച് ഉത്തരം പറയുക. മത്സരത്തിലേക്ക് നമുക്ക് പോകാം. ഞങ്ങളുടെ ഒരു സ്ഥിരം പ്രേക്ഷക ആയതുകൊണ്ട് തന്നെ മത്സരിക്കുമ്പോൾ വേഗത്തിൽ ഉത്തരം പറയും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഉത്തരം പറയില്ലേ? നോക്കാം. ഓക്കെ, നമുക്ക് പരിശ്രമിക്കാം. ആദ്യത്തെ ചോദ്യം: പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞത് ആരോട്? ഓപ്ഷൻ എ ശമരിയ സ്ത്രീയോട്, ഓപ്ഷൻ ബി രാജഭൃത്യനോട്, ഓപ്ഷൻ സി നിക്കോദിമോസിനോട്, ഓപ്ഷൻ ഡി നഥനിയേലിനോട്. ഓപ്ഷൻ സി നിക്കോദോമസിനോട്. ഓപ്ഷൻ സി നിക്കോദമോസ് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിക്കോദിമോസിനോടാണ് യേശു പറഞ്ഞത്. സംശയമില്ല, നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി നിക്കോദിമോസ് ഉത്തരം ശരിയാണോ? ആ ഉത്തരം വളരെ ശരിയാണ്. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. കോൺഫിഡന്റ് ആണല്ലോ, മുമ്പിലേക്ക് പോകാൻ. രണ്ടാമത്തെ ചോദ്യം: ആരുടെ കുറ്റിയിൽ നിന്ന് മുള പൊട്ടിപ്പുറപ്പെടുന്നതായാണ് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ ദാവീദ്, ഓപ്ഷൻ ബി യാക്കോബ്, ഓപ്ഷൻ സി ഇശായി, ഓപ്ഷൻ ഡി എഫ്രൈം. ഇതിൽ ആരുടെ കുറ്റിയിൽ നിന്നാണ് മുള പൊട്ടിപ്പുറപ്പെടുന്നത്? ഓപ്ഷൻ സി ഇശായി. ഓപ്ഷൻ സി ഇശായി എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. കുറ്റിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞ ഒരു വംശത്തിന്റെ ഇടയിൽ നിന്ന് ഒരു മുള പൊട്ടി വരുന്നത് പോലെ മറ്റൊരാൾ വരാൻ പോകുന്നു. ഒരു രാജാവ് വരാൻ പോകുന്നു. ജ്ഞാനത്തിന്റെ ആത്മാവ് ആവസിക്കുന്ന ഒരാൾ വരാൻ പോകുന്നു. ദാരുടെ കുറ്റി എന്നതാണ് ചോദ്യം. ഇശായി എന്നതാണ് പറഞ്ഞ ഉത്തരം. പരിശോധിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ഇശായി. ഉത്തരം ശരിയാണോ? ഇശായി ഉത്തരം വളരെ കൃത്യമാണ്. പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കായിട്ടുള്ള 3 സൂചനകളാണുള്ളത്. അതിൽ ആരംഭത്തിലെ സൂചന നൽകുകയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഉത്തരം സമർപ്പിക്കുക. നിങ്ങൾക്കായിട്ട് ഉത്തരത്തിലേക്ക് നയിക്കുന്ന ആദ്യത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1ാം സൂചന: പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പട്ടണമാണ് ഞാൻ. ഉൽപ്പത്തി പുസ്തകത്തിലാണ് എന്റെ പേര് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു ധൈര്യമൊക്കെ ഉണ്ടല്ലേ? രണ്ടും കൽപ്പിച്ച് വന്നേക്കുവാണ്. ഞാൻ ഇന്നിത് നേടും. ഓക്കെ, നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3: സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ എ സ്നേഹിക്കുന്നു, ഓപ്ഷൻ ബി പ്രശംസിക്കുന്നു, ഓപ്ഷൻ സി മാനിക്കുന്നു, ഓപ്ഷൻ ഡി നീതീകരിക്കുന്നു. ഏതാണ്? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുകയാണോ, പ്രശംസിക്കുകയാണോ, മാനിക്കുകയാണോ, നീതീകരിക്കുകയാണോ? കൊരിന്ത് ലേഖനത്തിലെ ഒരു വാക്യമാണ്. മക്കദോനിയ സഭകൾ അവരുടെ കഠിന ദാരിദ്ര്യത്തിൽ മിഷൻ മുൻപോട്ട് പോകേണ്ടതിന് സംഭാവന കൊടുക്കുമ്പോൾ, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധനശേഖരം നടത്തുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന ഒരു വാചകമാണ്. സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം. അടുത്ത വാക്ക് മുൻപിലേക്ക് ആലോചിക്കാം.
നല്ല രീതിയിൽ ആലോചിക്കാം. നമുക്ക് എന്തെങ്കിലും തരുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? സ്നേഹിക്കും. എന്ന് ചിന്തിച്ചാലും മതി. സന്തോഷത്തോടെ സ്നേഹിക്കുന്നു. ഓപ്ഷൻ എ, സ്നേഹിക്കുന്നു എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ, സ്നേഹിക്കുന്നു എന്ന ഉത്തരം ശരിയാണോ? സ്നേഹിക്കുന്നു എന്ന ഉത്തരം ശരിയാണ്. നമ്മൾ ചെയ്യുന്നത് തന്നെ ദൈവവും ഈ കാര്യത്തിൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആശങ്കയുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം ഉത്തരം പറയാൻ പരിശ്രമിക്കുക. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം, ശമൂവേലിന്റെ സ്വന്തം പട്ടണം ഏതാണ്? ഓപ്ഷൻ എ, ബേത്ലഹേം. ഓപ്ഷൻ ബി, രാമ. ഓപ്ഷൻ സി, ഗിൽഗാൽ. ഓപ്ഷൻ ഡി, കർമേൽ. ഇതിൽ ശമൂവേലിന്റെ സ്വന്തം പട്ടണം ഏതാണ്? ശമൂവേലിന്റെ സ്വന്തം പട്ടണമാണ് എൽക്കാനയുടെ പട്ടണം. എൽക്കാനയുടെ ഭാര്യ ഹന്ന എവിടെ നിന്നാണ് ആരാധനയ്ക്ക് യെരൂശലേമിലേക്ക് വന്നത് എന്ന് പരിശോധിച്ചാൽ മതി. അപ്പോ ഒരു ഉത്തരം മനസ്സിലേക്ക് വരും. യെസ്, രാമ. ഓപ്ഷൻ ബി, രാമ. ഉറപ്പിക്കാമല്ലോ? ഓപ്ഷൻ ബി, രാമ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ശമൂവേലിന്റെ പട്ടണം ബത്ലഹേം അല്ല, ഗിൽഗാലല്ല, കർമ്മേലല്ല. അതെല്ലാം സുപരിചിതമായ പേരാണ്. സുപരിചിതമല്ലാത്തൊരു പേര് രാമ എന്നുള്ള പേരാണ്. അതൊരു സ്ഥലത്തിന്റെ പേരാണ്. ഹന്ന ആണ്ടുതോറും അവിടെ നിന്നാണ് യാഗം അർപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ വേണ്ടി ആലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എൽക്കാനയുടെയും ഹന്നയുടെയും പെനിന്നയുടെയും പട്ടണം അത് രാമയാണോ? ഓപ്ഷൻ ബി, രാമ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ചിന്തിക്കുക, ആശങ്കപ്പെടാതെ ഉത്തരം പറയാം. ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സന്തോഷമായിട്ടുണ്ടോ? ചെറുതായിട്ട്. 4 ചോദ്യം കഴിഞ്ഞു. ആദ്യത്തെ റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. നമുക്കൊരു സമ്മാനം ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മള് ഇനിയൊന്നും നോക്കണ്ട. 2ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് ഇനി എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ ട്വീറ്റ് ചെയ്യാം. അവിടെ നമുക്ക് മത്സരം അവസാനിപ്പിക്കാം. അല്ല, ഞാൻ ധൈര്യത്തോടെ ഇനി മുന്നോട്ട് പോവുകയാണ് എന്നാണെങ്കിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ടൈമർ ശ്രദ്ധിക്കേണ്ട, സമയമെടുത്ത് ഉത്തരം പറയാം. ഓക്കെ, 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പുതിയ നിയമം മതി. ഓക്കെ, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യം. മുമ്പിലേക്ക് പോവാം. ഇവരിൽ യേശുവിനെ കണ്ടിട്ടില്ലാത്തത് ആരാണ്? യേശുവിനെ കണ്ടിട്ടില്ലാത്തത്. ഓപ്ഷൻ എ, കയ്യപ്പാവ്. ഓപ്ഷൻ ബി, ഹെരോദാവ്. ഓപ്ഷൻ സി, ഹന്നാവ്. ഓപ്ഷൻ ഡി, അഗ്രിപ്പ രാജാവ്. ഇവരിൽ യേശുവിനെ കണ്ടിട്ടില്ലാത്തത് ആരാണ്? ഇവര് 4 പേരും കോടതിയിൽ ന്യായവിസ്താരം നടത്തിയ ആളുകളാണ്. അഗ്രിപ്പ രാജാവാണ്. ഓക്കെ, ഓപ്ഷൻ ഡി, അഗ്രിപ്പ രാജാവ് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. കയ്യാഫാവിന്റെയും ഹെരോദാവിന്റെയും ഹന്നാവിന്റെയും കോടതിയിൽ ഒരു രാത്രി തന്നെ യേശു മിണ്ടാതെ നിന്നതാണ്. നിരവധി കള്ളസാക്ഷികൾ ഉണ്ടായിരുന്നപ്പോൾ അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിന്നത് മിക്കവാറും പൗലോസ് ആണ്. അഗ്രിപ്പ രാജാവെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന പ്രസംഗം തന്നെയുണ്ട്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി, അഗ്രിപ്പ രാജാവ് എന്നുള്ള ഉത്തരമാണ്. യെസ്, ആ ഉത്തരവും ശരിയാണ്. 5 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ്. ഒരു ചോദ്യം കൂടി ഉത്തരം നൽകിയാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ പകുതി ചോദ്യം കഴിഞ്ഞു. അതിന് ബാക്കി പകുതിയേ ഉള്ളൂ. അപ്പൊ പകുതി കടന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 2ാമത്തെ സൂചനയാണ്. നിങ്ങളുടെ ഉത്തരവും കമന്റും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 2ാം സൂചന. യഹോവയുടെ തോട്ടം പോലെയായിരുന്നു ഞാൻ, എങ്കിലും എന്നിലെ നിവാസികൾ പാപികളായിരുന്നു. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. നമുക്ക് തിരിച്ചു വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പൊ ഇവിടെ കേരളത്തിൽ വന്ന് താമസിക്കുമ്പോൾ എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചും ഹൈറേഞ്ച് ഇച്ചിരി തണുപ്പ് കൂടെ. ഡൽഹിക്കാർക്ക് ഹൈറേഞ്ചിലെ തണുപ്പ് പ്രശ്നമല്ലല്ലോ അല്ലേ? തണുപ്പൊക്കെ ഉണ്ട്, നല്ല കാലാവസ്ഥയാണ്, സന്തോഷം, കുഴപ്പമില്ല. ഈ കാലാവസ്ഥയാണ് സന്തോഷം. സന്തോഷം. കേരളത്തിൽ താമസിച്ചിരുന്നതാണോ സന്തോഷം, അതോ ഡൽഹിയിൽ താമസിച്ചിരുന്നതാണോ സന്തോഷം? ഡൽഹിയിലാണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ അടുത്തുണ്ട്,
ജോലി ചെയ്ത ഹോസ്പിറ്റലൊക്കെ മെഡിസിൻ ഫെസിലിറ്റി ഉണ്ട്, മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ ഹൈറേഞ്ചിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂനത നമുക്കിവിടെ പെട്ടെന്ന് ഓടിയെത്താൻ കഴിയുന്ന ഒരു ഹോസ്പിറ്റൽ ഇല്ലെന്നുള്ളതാണ്. കോട്ടയം വരെയൊക്കെ യാത്ര ചെയ്യണം ഹൈറേഞ്ചുകാർക്ക് നല്ല ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേരണം. അത് മാത്രമേ ഉള്ളൂ ഒരു ന്യൂനത. ബാക്കി നമുക്ക് ഈ കർത്താവ് തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള AC ഉള്ള സ്വന്തം നാട്ടുകാരാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏതായാലും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന നല്ലൊരു മേഖലയാണ് നമ്മുടെ മേഖല. ഒരുപാട് ആളുകൾ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഇവിടെ ആരും പാർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതൊരു സത്യം തന്നെ അംഗീകരിച്ചു പറ്റും. മുമ്പിലേക്ക് പോകാം. അടുത്ത രണ്ടാമത്തെ റൗണ്ടിലെ അടുത്ത ചോദ്യം. അഗാധകൂപത്തിലെ പുകയിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നത് എന്താണ്? അഗാധകൂപത്തിലെ പുകയിൽ നിന്ന്. ഓപ്ഷൻ എ തേൾ, ഓപ്ഷൻ ബി വെട്ടുക്കിളി, ഓപ്ഷൻ സി സർപ്പം, ഓപ്ഷൻ ഡി അന്ധകാരം. അഗാധകൂപത്തിലെ പുകയിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു. മിക്കവാറും ഒരു കൂട്ടമാണ് വെട്ടുക്കിളി. ഓപ്ഷൻ ബി വെട്ടുക്കിളി എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. എല്ലാവർക്കും ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ യോഹന്നാൻ സ്നാപകന്റെ ആഹാരമേ വെട്ടുക്കിളിയും കാട്ടുതേനും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ യോഹന്നാൻ സ്നാപകൻ ഈ പ്രാണിയൊക്കെയാണോ കഴിച്ചിരുന്നത് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. പ്രാണിയൊന്നുമല്ല, വെട്ടുക്കിളി എന്ന് അവിടെ പറയുന്നത് ഒരു അന്നത്തെ ആ കാലഘട്ടത്തിലുണ്ടായ ചെറിയൊരു സസ്യത്തിനും വെട്ടുക്കിളി എന്ന നിലയിലുള്ള പേരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വെട്ടുക്കിളിയും കാട്ടുതേനും എന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പരാമർശമാണ്. മഹാകഷ്ടത്തിലൂടെ ദൈവത്തിന്റെ ക്രോധകലശത്തിലൂടെ കടന്നു പോകുമ്പോൾ അഗാധകൂപത്തിൽ നിന്ന് പുക വമിക്കുമ്പോൾ ആ പുകയ്ക്കകത്തു നിന്നും പുറപ്പെട്ടു വന്ന ജീവി ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. വെട്ടുക്കിളി എന്നുള്ളതാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി വെട്ടുക്കിളി എന്ന ഉത്തരം ശരിയാണോ? വെട്ടുക്കിളിയും ഉത്തരം ശരിയാണ്. അപ്പൊ നമ്മുടെ മത്സരത്തിന്റെ പകുതി കഴിഞ്ഞു. 6 ചോദ്യങ്ങൾ അവസാനിച്ചു. ഇനി മുമ്പിലേക്ക് പോകുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. മത്സരാർത്ഥിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ തരികയാണ്. ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകയായതുകൊണ്ട് ബമ്പർ വരെ പോട്ടെ എന്ന് ആശംസിക്കുക. ബമ്പർ വരെ പോകണ്ടേ? പോയ സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് മുമ്പിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ, ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ ദൂതൻ മറിയോട്, ഓപ്ഷൻ ബി യേശു മാർത്തിയോടും മറിയോടും, ഓപ്ഷൻ സി യേശു പത്രോസിനോട്, ഓപ്ഷൻ ഡി ദൂതൻ സെഖരിയാവിനോട്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൂതൻ മറിയോട്. ഓപ്ഷൻ എ ദൂതൻ മറിയോട് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ആ കാര്യത്തിൽ ആ വചന ഭാഗം മനസ്സിൽ ആഴമായിട്ട് പതിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. നമ്മളെപ്പോഴും പറയുകയും ബലപ്പെടുകയും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളാൽ മനുഷ്യരാൽ എല്ലാം അസാധ്യമായിട്ട് വരുമ്പോൾ, നടക്കാതെ വരുമ്പോൾ, മറിയ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞ മറുപടിയാണ് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. അത് മറിയ തന്നെയാണോ, ഇനി സെഖരിയാവിനോട് ദൂതൻ പറഞ്ഞതാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വേണം, ആശങ്കപ്പെടണ്ട. ഏഴാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ദൂതൻ മറിയോട് എന്നുള്ള ഉത്തരവാണ്. യെസ്, ആ ഉത്തരവും ശരിയാണ്. 7 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊരു സേഫ് സോൺ ആണ്. അതിനുത്തരം പറഞ്ഞാൽ ആ കാര്യങ്ങൾ അറിയാം. അതിനോട് ഉത്തരം പറയാൻ കഴിയട്ടെ. രണ്ടാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. തന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞിട്ടില്ലാത്തത് ഇവയിലേതാണ്? ഓപ്ഷൻ എ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും കൊണ്ട് മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. ഓപ്ഷൻ ബി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ഓപ്ഷൻ ഡി ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. ഇതിൽ യേശു പറഞ്ഞിട്ടില്ലാത്തത് ഏതാണ്? യേശു പറഞ്ഞത് ഏതാണെന്ന് പരിശോധിച്ചാൽ യേശു പറഞ്ഞിട്ടില്ലാത്തത് ഏതാണെന്ന് മനസ്സിലാക്കാം. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും കൊണ്ട് മനുഷ്യപുത്രന് നിലനിൽപ്പാൻ ഇടയില്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവിൻ. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന എളുപ്പം. ഒന്നുകിൽ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ഉത്തരം തിരഞ്ഞെടുക്കാം. ടൈമർ ഗവനിക്കണ്ട, ആലോചിക്കാൻ സമയം എടുക്കാം.
ഇതിൽ യേശു പറഞ്ഞതറിയാമെങ്കിൽ യേശു പറയാത്തത് ഏതാണെന്ന് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രനോ തല അയപ്പാൻ സമയമില്ല. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തല അയപ്പാണ്ടില്ല. ധനവാൻ സ്വർഗരായി ഈ 2 ദിവസം ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൂടെ കിടക്കുന്ന എളുപ്പം. അത് രണ്ടു യേശു പറഞ്ഞിട്ടുണ്ട്. അല്ല, സ്വർഗരാജ്യത്തിന് മരങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കും, അത് പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് ശിഷ്യന്മാരോട്. ഉറപ്പാണോ? അത് ഉറപ്പാ. സ്വർഗരാജ്യത്തിന് മരങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഇതിൽ ആ ചോദ്യത്തിന് ഒരു ക്ലാരിറ്റി കൂടെ ഞാൻ തരികയാണ്. ഇതിൽ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടില്ലാത്തത് ഏതാണ്? എല്ലാ ശിഷ്യന്മാരോടല്ല. ഇതിൽ ഒരു കാര്യം ശിഷ്യന്മാരോടല്ല. അതാണ് നമ്മുടെ ചോദ്യം. ചോദ്യത്തിന്റെ ഒരു ക്ലാരിറ്റി കൂടെ തരികയാണ്. ശിഷ്യന്മാരോട് പറയാത്തത് ഏതാണ്? ഒരു കാര്യം ശിഷ്യന്മാരോടല്ല പറഞ്ഞിരിക്കുന്നത്. കുറുനരികൾക്ക് കൂടുകളും ആകാശത്തിലെ പക്ഷികൾക്ക് അതാ ശിഷ്യന്മാരോട് ആണ്. അത് ശിഷ്യന്മാരോടല്ല. ഓക്കെ. ഓപ്ഷൻ സി, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല എന്നുള്ള ശിഷ്യന്മാരോട് പറഞ്ഞതല്ല. അപ്പൊ പിന്നെ അത് ആരോട് പറഞ്ഞായിരിക്കണം? അത് പുറകെ ചെന്ന ഒരാളോട് യേശു പറഞ്ഞതാണ്, ഞാൻ നിന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോ എനിക്ക് വീടും അക്കോമഡേഷനും ഇല്ല എന്ന് കർത്താവ് പ്ലെയിൻ ആയിട്ട് പറഞ്ഞതാണ്. മനുഷ്യപുത്രന് അക്കോമഡേഷൻ ഇല്ല, അക്കോമഡേഷൻ ഉള്ളിടത്ത് പോകണമെന്ന് പറഞ്ഞതാണ്. നമുക്ക് പരിശോധിക്കാം. 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണോ? ആ ഉത്തരമാണല്ലോ ശരി. ആ ചോദ്യം ഞാനും അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഈ മിണ്ടാതിരിക്കുന്ന ഇടയ്ക്ക് പ്രേക്ഷകർ കമന്റിൽ എഴുതാറുണ്ട്, ഉത്തരം പറയുമ്പോൾ ശബ്ദം മിണ്ടാതിരിക്കണം, അവർക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കണം. ചിലർ പറയാറുണ്ട്. അപ്പൊ നിങ്ങളുടെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. അപ്പൊ 2 റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപ സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. ബദൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂരാണ് നമുക്ക് ഈ സമ്മാനത്തുക നൽകുന്നത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പുതിയ ആകാശം, പുതിയ ഭാവിയൊക്കെ തുറന്നു കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. പ്രിയപ്പെട്ടവരാണ് സമ്മാനത്തുക നമുക്ക് നൽകുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത റൗണ്ടിൽ 3 ഓപ്ഷൻ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ, ഒന്ന് ലോക മതങ്ങൾ, ഒന്ന് മിഷണറി ചരിത്രം, അടുത്തത് ക്രൈസ്തവ ഗാനങ്ങൾ. ഇവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? ഒന്നും അറിയത്തില്ല. മിഷണറീസ് എടുക്കാം. ഒരു മുൻകൂർ ജാമ്യം എന്ന പോലെ എനിക്കൊന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. മിഷണറി ചരിത്രമാണ് എടുക്കുന്നത്. കുറച്ചൊക്കെ അറിയാം. അല്ലേ, പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുമ്പോ മിഷണറീസിനൊക്കെ പേര് പറയുമല്ലോ. 1-2 പേരൊക്കെ പറഞ്ഞില്ലല്ലേ? ഓക്കെ, നമുക്ക് പരിശോധിക്കാം. മിഷണറീസിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 3ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം, 9ാമത്തെ. നിക്കോളാസ് എന്ന വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്തത് ഇവരിൽ ഏത് മിഷണറിയാണ്? ഓപ്ഷൻ എ അഡോണിറാം ജഡ്സൺ, ഓപ്ഷൻ ബി ഹഡ്സൺ ടൈലർ, ഓപ്ഷൻ സി വില്യം കേറി, ഓപ്ഷൻ ഡി ജോർജ് മുള്ളർ. ഇതിൽ നിക്കോളാസ് എന്ന വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്ത ഒരു മിഷണറി. വില്യം കേറി നിക്കോളാസിന്റെ കീഴിലാണ്. ചെരുപ്പ് കുത്തിക്കൊണ്ടിരുന്നപ്പോ അദ്ദേഹമായിരുന്നു യജമാനൻ എന്ന് ചിന്തിക്കുന്നല്ലേ? ഓക്കെ, ഏതായാലും ഈ ചോദ്യം എന്താ പറയുക, ഫ്രീ ചോദ്യമാണ്. കാരണം നമ്മളൊരു സമ്മാനത്തുക നിൽക്കുകയാണ്. ഇത് തെറ്റിയാലും നമുക്ക് കുഴപ്പമില്ല. ഓപ്ഷൻ സി വില്യം കേറി എന്ന ഉത്തരവ് ഉറപ്പിക്കുകയാണ്. നിക്കോളാസ് താനൊരു കോബ്ലർ ആയിരുന്ന സമയത്ത് തന്റെ യജമാനൻ നിക്കോളാസ് ആയിരുന്നു എന്നാണ്. അഡോണിറാം ജഡ്സനോ ജോർജ് മുള്ളറോ അല്ല. ജോർജ് മുള്ളറൊക്കെ ഏറ്റവും കൂടുതൽ ഓർഫനേജുകൾ സ്ഥാപിച്ച് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയ മിഷണറിയാണ്. പരിശോധിക്കാം, ഉത്തരം ശരിയാണോ? തെറ്റിപ്പോയാലും ഒരു കുഴപ്പമില്ലെന്നേ ഇല്ലേ? പറ. കുഴപ്പമില്ല. ഓക്കെ, 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി വില്യം കേറി എന്ന ഉത്തരം ശരിയാണോ? വില്യം കേറി എന്ന ഉത്തരം ശരിയാണ്. ഏതായാലും ഒരു സമ്മാനത്തുകയിൽ എത്തി. അപ്പൊ ഇനി മുൻപോട്ട് പോകുമ്പോൾ അറിയില്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഈ സമ്മാനത്തുക നഷ്ടമാക്കരുത്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. അറിയില്ലെങ്കിൽ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ മുന്നോട്ട് പോകരുന്നല്ലോ കേട്ടോ. മുന്നോട്ട് പോകണം. എങ്കിലും പറയേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് പറയുകയാണ്. മുമ്പിലോട്ട് പോകാം. ഓക്കെ,
മൂന്നാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. സിംഹത്തിന്റെ ആക്രമണത്തെ തുടർന്ന് ഇവരിൽ ആരുടെ കൈയുടെ സ്വാധീനമാണ് നഷ്ടമായത്? ഒരു മിഷണറിയെ സിംഹം ആക്രമിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഓപ്ഷൻ ബി ഹഡ്സൺ ടൈലർ, ഓപ്ഷൻ സി ജോർജ് മുള്ളർ, ഓപ്ഷൻ ഡി ബർത്തലോമിയോ സീഗൻബാഗ്. ഓപ്ഷൻ എ ഡേവിഡ് ലിവിങ്സ്റ്റൺ. ചാടി ചാടി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ എ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ഉത്തരവാണ് ഉറപ്പിക്കുന്നത്. അപ്പൊ ചെറുതല്ലാത്തൊരു അറിവ് മിഷൻ ഹിസ്റ്ററിയെ കുറിച്ചുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ പ്രസംഗങ്ങളിലൊക്കെ കേട്ട് പരിചയിച്ചൊരു ഭാഗമായിരിക്കും. ആഫ്രിക്കൻ മണ്ണിൽ വളരെയധികം കഷ്ടപ്പെട്ട് ദൈവരാജ്യം എന്ന ആഫ്രിക്കൻ മണ്ണിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഡേവിഡ് ലിവിങ്സ്റ്റൺ. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ മൃതശരീരം അടക്കാൻ നേരം അദ്ദേഹം പറഞ്ഞു, എന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകും, പക്ഷെ എന്റെ ഹൃദയം അത് ആഫ്രിക്കയിൽ അടക്കം ചെയ്യണം, കാരണം എന്റെ ഹൃദയം ആഫ്രിക്കയ്ക്ക് വേണ്ടിയാണ് തുടിക്കുന്നത് എന്ന് ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള മിഷൻ ചരിത്രമാണ്. അപ്പൊ നമുക്ക് നോക്കാം. 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ഉത്തരം ശരിയാണോ? ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ഉത്തരം ശരിയാണ്. 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി നമ്മുടെ സമ്മാന തുകയുടെ പകുതിയോളം കടന്നിരിക്കുന്നു, അത്രത്തോളം എത്തിയിരിക്കുന്നു. അപ്പൊ ഇനി മുമ്പിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മത്സരിക്കുക. ഒരു ബമ്പർ ചോദ്യത്തിനും ഇതിനിടയിൽ ഒരൊറ്റ ചോദ്യം കൂടെ ഉള്ളൂ. ഒരു ചോദ്യവും കൂടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ബമ്പർ ചോദ്യത്തിൽ എത്തി നിൽക്കുകയാണ്. അതിലേക്ക് ഈ റൗണ്ടിൽ ഒടുവിലത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടി ഉത്തരത്തിലേക്ക് നയിക്കുന്ന അടുത്ത സൂചന കൂടെ നൽകുകയാണ്. സൂചന ശ്രദ്ധിക്കുക, വേഗത്തിൽ നിങ്ങളുടെ ഉത്തരം അയക്കുക. നമ്മുടെ മത്സരാർത്ഥിയെ ശ്രദ്ധിക്കുക, ഇന്ന് മിക്കവാറും ബമ്പറിൽ പോകും. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന. എന്നിലുള്ള അകൃത്യത്തെക്കുറിച്ച് പല പ്രവാചകന്മാർ പ്രവചിച്ചതും യേശുക്രിസ്തു പറഞ്ഞതും നിങ്ങൾക്കറിവുള്ള കാര്യമാണ്. നോക്കാം, നമുക്ക് അടുത്ത 3ാമത്തെ റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 3ാമത്തെ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം. 5 വർഷം കൊണ്ട് തന്നോട് കൂടെ പ്രവർത്തിക്കാൻ 1153 പേരെ നേടിയ മിഷണറി. 5 വർഷം കൊണ്ട് അത്രയും ആളുകളെ നേടി. ഓപ്ഷൻ എ ഹഡ്സൺ ടൈലർ, ഓപ്ഷൻ ബി ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഓപ്ഷൻ സി അഡോണിറാം ജഡ്സൺ, ഓപ്ഷൻ ഡി ബർത്തലോമിയോ സീഗൻബാഗ്. ഇത് അറിയത്തില്ലെങ്കിൽ അവസാനിപ്പിക്കും കേട്ടോ. 5 വർഷം കൊണ്ട് 1153 പേരെ അദ്ദേഹം നേടി. ഹഡ്സൺ ടൈലർ. ഹഡ്സൺ ടൈലർ ആണ്. ചൈനയിൽ പോയി. ഉറപ്പാണ്? എനിക്ക് ആ ഉത്തരത്തില് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ. ഹഡ്സൺ ടൈലർ. ഹഡ്സൺ ടൈലർ ആണ്. ഉറപ്പിക്കാണ്? സാരില്ല, പോയാലും കുഴപ്പമില്ല. നമ്മൾ ഇത്രയും മത്സരിച്ച് ഇത്രയും ജർമ്മനി എന്നുള്ള ആളാണ്. പിന്നെ അദോണിറാം ജഡ്സൺ ബർമയുടെയാണ്. പിന്നെ ഡേവിഡ് ആഫ്രിക്കയാണ്. ഹഡ്സൺ ടൈലർ. ഹഡ്സൺ ടൈലർ ആണ്. ഓപ്ഷൻ എ ഹഡ്സൺ ടൈലർ എന്ന ഉത്തരം മത്സരാർത്ഥി പൂർവാധികം കരുത്തോടെ ഉറപ്പിച്ച് പറയുകയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു കേട്ടോ, മത്സരിക്കാനുള്ള ഒരു ആഗ്രഹവും കൊണ്ടായതുകൊണ്ട് ഒരുപക്ഷെ 2 റൗണ്ട് കഷ്ടിച്ച് കടന്നേക്കും. പക്ഷെ എന്നെ അമ്പരിപ്പിച്ചു. മിഷൻ ഹിസ്റ്ററിയിലൊക്കെ ഇത്രയും വായിക്കുകയും ഇത്രയും ഉറപ്പോടെ ഉത്തരം പറഞ്ഞ ആളുകൾ വളരെ ചുരുക്കമാണ്. അത്രയും ഈ സമയത്തും ഇത് പഠിച്ച് വളരെ പ്രിപ്പയർഡ് ആയിട്ട് വന്നു. അപ്പൊ ഇത്രയും നാൾ ഇത് കണ്ട് ഏതൊക്കെ എങ്ങനെ ചോദ്യം പോകാം എന്നൊരു ചിന്ത അകത്തുണ്ടായിരുന്നില്ലേ? പേടിയായിരുന്നു. പേടിയാണോ? ലൈവില് വരുന്നതിന് പേടിയായിരുന്നു. ഏതായാലും നമുക്ക് നോക്കാം. ഈ 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ഹഡ്സൺ ടൈലർ എന്ന ഉത്തരം ശരിയാണോ? ഹഡ്സൺ ടൈലർ എന്ന ഉത്തരം ശരിയാണ്. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു മത്സരാർത്ഥി 3ാമത്തെ റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. വെറുതെ അല്ല, ആ ചോദ്യം പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം അത്രത്തോളം ആ ടെക്സ്റ്റുകൾ, നമ്മളൊരു ടെക്സ്റ്റ് പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടെക്സ്റ്റുകൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ആ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളാണ്. അപ്പൊ നിങ്ങളും നല്ല രീതിയിൽ വായിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ആകുക. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഇത്രത്തോളം കടന്നു വരാൻ കഴിയും. ഇനി അപ്പം നമുക്ക് മുമ്പിലേക്ക് പോകാം. ഇവിടെ അവസാനിപ്പിക്കുന്നില്ലല്ലോ. ഇനി ഏതായാലും ഇതുവരെയായി. ഇനി നമ്മള് ബമ്പർ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടേ പോകാവുള്ളൂ. അപ്പൊ ബമ്പർ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോ ബമ്പർ ചോദ്യത്തിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുകയാണ്. ഇപ്പൊ ബമ്പർ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയാൽ ചോദ്യം കണ്ടതിന് ശേഷം പിന്മാറാനുള്ള അവസരമുണ്ട്. ഒരു ചോദ്യം മിക്കവാറും ചിത്രത്തിൽ നിന്നുള്ളൊരു ചോദ്യമായിരിക്കും. ചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് 3
ചിത്രങ്ങൾ നൽകും. ആ ചിത്രം കണ്ടിട്ട് ഒരുപക്ഷെ വാക്യം ഏതാണെന്ന് തിരിച്ചറിയണം, അല്ലെങ്കിൽ അധ്യായം ഏതാണെന്ന് തിരിച്ചറിയണം. അതായിരിക്കും നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇപ്പം 5-6 ചിത്രങ്ങളാണ് നമുക്കുള്ളത്. അതിൽ 3 ചിത്രങ്ങൾ നമ്മൾ കാണിക്കും. അപ്പൊ 3 ചിത്രങ്ങളിലൂടെ അതെനിക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാണെങ്കിൽ മുമ്പോട്ട് പോകാം. അല്ല, ഞാനതിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ അവസാനിച്ചിരിക്കുന്ന ഈ 6000 രൂപ എന്ന മത്സരത്തുകയുമായിട്ട്, സമ്മാനത്തുകയായിട്ട് നമുക്ക് മടങ്ങി പോകാം. അല്ല, ഞാൻ അറ്റൻഡ് ചെയ്യുകയാണെന്ന് ചിന്തിച്ച് തെറ്റിപ്പോയാൽ നമ്മുടെ ആ സമ്മാനത്തുക നേരെ പകുതിയായി കുറയും. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലായി. 6000 നിന്ന് 3000 വരും. ചോദ്യം കാണാം. അറ്റൻഡ് ചെയ്യുകയാണ്. ഏതായാലും ഇതുവരെ വന്നു, ഇത്രയും പരിശ്രമിച്ചു, ഇത് അറ്റൻഡ് ചെയ്യാതെ പോകുന്നത് എങ്ങനാ അല്ലേ? നമുക്ക് നോക്കാം. പ്രേക്ഷകര് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ അമ്മാമ ആലീസുട്ടി അമ്മാമ ഇത് പൂർത്തീകരിക്കുമല്ലോ, നമുക്ക് നോക്കണം. ഇതുവരെ ആരും ബമ്പർ അടിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇതൊരു ചരിത്ര നിമിഷമായിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഒരുപക്ഷെ അമ്മാമ ഈ ബമ്പർ അടിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം, നമുക്ക് മുമ്പിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ബമ്പർ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ബമ്പർ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനാ ചിത്രങ്ങൾ ആദ്യം സ്ക്രീനിൽ ലഭിക്കും. ആ സൂചനാ ചിത്രങ്ങൾ മനസ്സിലായെങ്കിൽ, ഞാൻ അറ്റൻഡ് ചെയ്യുകയാണ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പുതിയ ബൈബിൾ തരും. ആ ബൈബിളിനകത്തു നിന്ന് തുടർന്നുള്ള 100 സെക്കൻഡിൽ, അതായത് 1 മിനിറ്റ് 40 സെക്കൻഡിൽ, 2 മിനിറ്റിൽ താഴെയുള്ള സമയത്തിൽ അതേതാണോ ആ ചോദ്യം, ഒരുപക്ഷെ അധ്യായമോ വാക്യമോ ഒക്കെ കണ്ടെത്താനായിരിക്കും. അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ആ വാക്യം കണ്ടെത്താൻ കഴിയുമെന്ന് കരുതുകയാണെങ്കിൽ ബൈബിൾ വാങ്ങുക. ആ 1 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചാൽ ബമ്പർ സമ്മാനമായി. ഇത്രയും നാൾ ഈ മത്സരം കണ്ടതിന് ഒരു ഗുണമായി തീർന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം. അപ്പൊ എങ്ങനാ, മുന്നോട്ട് പോവല്ലേ? മുന്നോട്ട് പോകാം. ഇതാ നമ്മുടെ ഈ എപ്പിസോഡിലെ ബമ്പർ ചോദ്യത്തിന്റെ ആദ്യ സൂചനകൾ. ഇതാണ്. ഈ ചിത്രങ്ങൾ ഏത് അധ്യായത്തിലേതെന്ന് കണ്ടെത്തുക. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ സൂചനകളാണ് നൽകിയിരിക്കുന്നത്. ആ വെള്ളം ഗ്ലാസ്സിലാണെങ്കിലും അതൊരു തുരുത്തിയിലാണെന്ന് സങ്കല്പിക്കുക. ആ ചിത്രം ലഭ്യമാകാത്തതുകൊണ്ടാണ്. പിന്നീടുള്ള ആ ചിത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? രണ്ടാമത്തെ ചിത്രം എന്താണത്? വവ്വാലാണോ? രണ്ടാമത്തെ ചിത്രം മനസ്സിലാവുന്നില്ല, നല്ലപോലെ നോക്കുക. രണ്ടാമത്തെ ചിത്രം മനസ്സിലാകുന്നില്ലെങ്കിൽ അതൊരു ഗുഹയാണ്, ഒരു കേവ് ആണ്. മൂന്നാമത്തെ ചിത്രം കാർമേഘമല്ല, ഒരു വേൾവിൻഡ് ആണ്, ഒരു ചുഴലിക്കാറ്റാണ് മൂന്നാമത്തെ ചിത്രം. ഒന്നൊരു തുരുത്തിയാണ്, രണ്ടൊരു ഗുഹയാണ്, മൂന്നാമത്തത് ഒരു ചുഴലിക്കാറ്റാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇത് എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ, പരാജയപ്പെട്ടു പോയാൽ സമ്മാനത്തുക പുറകിലേക്ക് പോകും. ചുഴലിക്കാറ്റ് ഒരധ്യായത്തിൽ മാത്രമല്ല, ഇത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ചുഴലിക്കാറ്റോ കാറ്റായി എടുത്താൽ മതി, കൊടുങ്കാറ്റായി എടുത്താലും മതി, കാറ്റാണ് ഇതായി. 3 കൂടെയുള്ള 1 മിനിറ്റ് സെക്കൻഡ് ഒറ്റ അധ്യായത്തിൽ. ഇനിയും ഇതിനകത്ത് 3 ചിത്രങ്ങൾ കൂടെ കാണിക്കും. അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം. അറ്റൻഡ് ചെയ്താൽ ഉത്തരം പറഞ്ഞിരിക്കണം. ഓരോ ചിത്രത്തിനും 1 മിനിറ്റ് എത്ര സെക്കൻഡ്? ഓരോ ചിത്രത്തിനല്ല, ഇത് ഏത് അധ്യായത്തിലാണെന്ന് കണ്ടെത്തിയാൽ മതി. ഏത് അധ്യായത്തിലാണെന്ന് കണ്ടെത്തിയാൽ മതി. വാക്യം കണ്ടെത്തണ്ട. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ വെള്ളത്തെക്കുറിച്ച്, ഗുഹയെക്കുറിച്ച്, കാറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ആ എല്ലാ കാര്യങ്ങളും ഒറ്റ അധ്യായത്തിൽ ഉൾപ്പെടണം. വെള്ളത്തിരുത്തിയെ പറ്റി, കാറ്റിനെ പറ്റി, പിന്നെ അടുത്ത ഗുഹ, ഇതൊക്കെ ഉള്ളൊരു അധ്യായം. അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ബൈബിള് ഞാൻ തരാം. മുമ്പിലേക്ക് 3 ചിത്രങ്ങൾ കൂടെ കാണിക്കുകയും ചെയ്യും. ഇത് തന്നു കഴിഞ്ഞാൽ 2 മിനിറ്റിൽ താഴെ സമയം മാത്രം. അറ്റൻഡ് ചെയ്ത് പരാജയപ്പെട്ടു പോയാൽ സാരമില്ല, ഏതായാലും ഇത് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അങ്ങ് ഇടുക്കി അടിമാലിയിൽ നിന്നൊരു സിനീഷ് പാസ്റ്ററാണ് ധൈര്യത്തോടെ ഇത് ഇങ്ങനെ തന്നെ അറ്റൻഡ് ചെയ്ത ഒരാള്. ഏതായാലും നമ്മുടെ ആലീസുട്ടി അമ്മാമ ഇന്ന് 2ഉം കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവുകയാണ്.
അപ്പൊ ബൈബിൾ ഞാൻ അങ്ങോട്ട് കൈമാറിയാൽ ടൈമർ ഇവിടെ ഞങ്ങൾ ഓണാക്കും. ഒരാൾ വിളിച്ചു പറയും എത്ര സെക്കൻഡ് അവശേഷിക്കുന്നു എന്ന് വിളിച്ചു പറയും. കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? അപ്പൊ മുമ്പിലേക്ക് മത്സരിക്കുകയാണ്. ഞാൻ ഏതായാലും 3000 കൊണ്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഏതായാലും ബമ്പർ സമ്മാനം കൊണ്ട് പോകൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന മത്സരാർത്ഥിയാണ്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടെ നമ്മുടെ ബമ്പർ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ മത്സരാർത്ഥിക്ക് ഞാൻ ബൈബിൾ കൈമാറുകയാണ്. ഇതാ തുടർന്ന് 1 മിനിറ്റ് 40 സെക്കൻഡിനകത്ത് അടുത്ത സൂചനകളോടുകൂടെ ഈ ഉത്തരം കണ്ടെത്തുന്നതായി. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇതാ 3 സൂചനകളുടെ കൂടെ ഉണ്ട്. മരുഭൂമിയുണ്ട്, തീയുണ്ട്, കനലിന്മേൽ. ഇവിടെ ശ്രദ്ധിക്കാം, കനലിന്മേൽ ആഹാരം വെച്ചിരിക്കുന്നതുണ്ട്. സ്ക്രീനിലേക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏത് അധ്യായത്തിലാണെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇതാ ഇനി അവശേഷിക്കുന്നത് 1 മിനിറ്റ് 15 സെക്കൻഡ്. ഏത് അധ്യായത്തിലേതാണ് അതെന്നാണ് ചോദ്യം. അധ്യായം മാത്രം. ഇനി കൃത്യം 1 മിനിറ്റ് കൂടെ മുൻപിലുണ്ട്. മുഴുവൻ സൂചനകൾ സ്ക്രീനിൽ വേണമെന്ന് ഒന്ന് ശ്രദ്ധിക്കാം അമ്മാമ്മയ്ക്ക്. മരുഭൂമിയുണ്ട്, കനലിൽ മേൽ ചുട്ട അടയുണ്ട്, തീയുണ്ട്. ശ്രദ്ധിക്കാം. ഇനി 42 സെക്കൻഡ് കൂടെ അവശേഷിക്കും. ടൈമർ പ്ലീസ്. 30 സെക്കൻഡ്. 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ. 1 രാജാക്കന്മാർ 19 അധ്യായം ഉറപ്പിക്കുകയാണ്. 1 രാജാക്കന്മാർ 19 അധ്യായം എന്ന ഉത്തരം ആലീസ് കുട്ടി അമ്മാമ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അതിനകത്തുണ്ടോ? ഉണ്ട്. എല്ലാം കാണണം. കഴിഞ്ഞ പ്രാവശ്യം സിനീഷ് പാസ്റ്റർ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഈ ചിത്രത്തിൽ കാണിച്ച എല്ലാ സൂചനകളും 19 അധ്യായത്തിലില്ലായിരുന്നു. ഇതെല്ലാം കാണുന്ന തുരുത്തി, ഇതെല്ലാം ഒന്ന് വായിക്കാൻ കഴിയുമോ? കല്ലിന്മേൽ ചുട്ട അട, തുരുത്തി, വെള്ളം, എവിടൊക്കെയാണ്? ചുവരച്ചിടി തണലിരുന്നു മരിപ്പാനിച്ച് പ്രാണനെ എടുത്താലോ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു, തട്ടി ഉണർത്തി തിന്നുക എന്ന് പറഞ്ഞു. ഉണർത്തി വെള്ളം തലക്കിലുണ്ടായിരുന്നു. പിന്നെ തട്ടി എണ്ണീറ്റ് ബലം കൊണ്ടിരുന്ന 40 പോലും. പിന്നെ ഹോരോബോളും നടന്നു. പിന്നെ ഇങ്ങോട്ട് കാറ്റ്, പർവ്വത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കാൻ യഹോവ പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് വന്നു. പാറകളെ തകർത്തു. കാറ്റിൽ തീ ഉണ്ടായിരുന്നു. ഭൂകമ്പത്തിൽ യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു ഗുഹയുണ്ടായിരുന്നല്ലോ. മുഖം മൂടി ഏലിയാവെ നിനക്ക് എന്ത് കാര്യം മിറുസലുണ്ടായി, ഗുഹയുണ്ടായി. ഓക്കെ, കാറ്റുണ്ടായി, തീയുണ്ടായി, കനലിന്മേൽ ചുട്ട അടയുണ്ടായി, വെള്ളമുണ്ടായി, ഗുഹയുണ്ടായി, മരുഭൂമി കൂടെ വേണം. മരുഭൂമി ഉണ്ടല്ലോ. മരുഭൂമി എന്തിയേ? മരുഭൂമി ഞാൻ പറയാം. മരുഭൂമിയിലല്ലേ ചുരിച്ചടി. മരുഭൂമി ആദ്യമേ ഉണ്ടല്ലോ. മൂന്നാം വാക്യത്തിന്റെ അവസാനം മരുഭൂമി ഉണ്ട്. അപ്പൊ 19 അധ്യായത്തിലെ ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ സൂചനകളും ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ചിലപ്പോ ഇത് വേറെ അധ്യായത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അധ്യായത്തിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് പരിശോധിക്കാം. ഈ ചിത്രങ്ങൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിലേതാണോ? പരിശോധിച്ചാട്ടെ. അല്പം 1 രാജാക്കന്മാർ 19 അധ്യായത്തിലേതാണ് ഈ ചിത്രങ്ങൾ. അങ്ങനെ ബൈബിൾ ബ്രെയിൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആലീസ് കുട്ടി അമ്മാമ ബമ്പർ സമ്മാനത്തിന് അർഹയായിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഏറ്റവും സന്തോഷത്തിന്റെ നിമിഷമാണ്. വളരെ കോൺഫിഡന്റ് ആയിട്ട് വന്ന് കൃത്യമായ ഉത്തരങ്ങൾ ആശങ്ക കൂടാതെ, അല്പം ഇടയ്ക്ക് ഒരു ചോദ്യത്തിൽ മാത്രം അത് ചോദ്യം വ്യക്തമാകാത്തത് കൊണ്ട് മാത്രം ചെറിയ ആശങ്കകൾ വന്നെങ്കിൽ, പക്ഷേ ആ ആശങ്കകളെയൊക്കെ മറികടന്ന് ഒടുവിൽ 12ാമത്തെ ചോദ്യത്തിൽ വന്ന് ബമ്പർ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ബൈബിൾ ബ്രെയിൻസിന്റെ ടീമിന്റെ എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ പ്രത്യേകം അറിയിക്കണം. എന്തു തോന്നുന്നു ഇപ്പോ? നല്ലതായിട്ട് തോന്നുന്നു. നല്ല സന്തോഷം തോന്നുന്നു. പക്ഷെ ഇടയ്ക്ക് തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഉത്തരം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ
ദൈവം അവിടെ പോയേനെ, പക്ഷെ അവിടെ രക്ഷപ്പെട്ടു. അപ്പൊ പകുതി എനിക്ക് തരേണ്ടി വരും. ഇത് മുഴുവനും ഒരു മിഷണറിക്കാ, മുഴുവൻ മിഷൻ സംഭാവനയായിട്ട് മഹാരാഷ്ട്ര മിഷണറിക്കാ, മഹാരാഷ്ട്രയിലുള്ള ചർച്ചില് മിഷണറിക്ക് വേണ്ടിയിട്ടാണ് ഈ സമ്മാനത്തുക സംഭാവന ചെയ്യുന്നത്. നല്ലൊരു തീരുമാനമാണ് പ്രിയപ്പെട്ടവരെ. പ്രിയ അമ്മാമ്മ ഇവിടെ വന്ന് മത്സരിച്ചത് തനിക്ക് വേണ്ടിയല്ല, മഹാരാഷ്ട്രയിലുള്ള ഒരു മിഷൻ പ്രവർത്തനത്തിന് തനിക്ക് ലഭിക്കുന്ന സമ്മാനത്തുക നൽകാൻ വേണ്ടിയിട്ടാണ് വന്നത്. നല്ലൊരു പ്രചോദനമാണ്, എല്ലാവർക്കും നല്ലൊരു മാതൃകയാണ്. ആ ആത്മാർത്ഥതയാണ് നിശ്ചയമായിട്ടും ഈ ബമ്പർ സമ്മാനത്തിൽ നമ്മുടെ ആലിസൂട്ടി അമ്മാമ്മ എത്തി നിൽക്കുന്നത്. അപ്പോ എല്ലാവർക്കും ഇതൊരു അഭിമാനമായിട്ട് തീരട്ടെ. മക്കൾക്ക്, പ്രിയപ്പെട്ടവന്, സഭയ്ക്ക് ഇങ്ങനെ വന്ന് ഈ മത്സരത്തിൽ സമ്മാനം നേടാൻ കഴിഞ്ഞത് ഞങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഞങ്ങളുടെ ടീമിന്റെ കൂടെ ഇനി പ്രത്യേക ഒരു ഫോട്ടോയും കൂടെ എടുത്ത് പോകാവുള്ളൂ. ഞങ്ങൾ പ്രത്യേകം എല്ലാ ഭാവങ്ങളും അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പരിശ്രമിക്കുകയിൽ നിങ്ങൾക്ക് ഏതിനെയും വശത്താക്കാം എന്ന് കവി പറഞ്ഞതുപോലെ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നിശ്ചയമായും നേടാം. പ്രിയ ആലിസൂട്ടി അമ്മാമ്മ തന്റെ മനസ്സിൽ നല്ല താല്പര്യവുമായി ഇവിടെ കടന്നു വന്നു, മത്സരിച്ചു. 12 ചോദ്യങ്ങൾ എന്ന ആ കടമ്പ ആദ്യമായി ഞാൻ മറികടന്നു. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ. വരും ദിവസങ്ങളിൽ ഈ പാറ്റേൺ ഒക്കെ മനോഹരമായി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ ട്രയലിനപ്പുറം നമ്മുടെ ചോദ്യത്തിന്റെ രീതികൾ, ചോദ്യത്തിന്റെ എണ്ണമൊക്കെ കൃത്യമായി ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ അടിമുടി മാറ്റം വരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിൻ്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിൻ്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.